കർണാടകയിലെ വൈഷ്ണവർ മാത്രം ജീവിക്കുന്ന മേൽക്കോട്ടെ എന്നൊരു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററാണ് മേൽക്കോട്ടയിലേക്കുള്ള ദൂരം. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി. ഇവിടുത്തെ കെട്ടിടങ്ങളും മറ്റും തമിഴ്നാടുമായി വളരെ സാമ്യം തോന്നി. ഇന്നും മേൽക്കോട്ടയിലെ ജനങ്ങൾ വിഷ്ണുദേവനെ ആരാധിക്കുകയും പഴയകാല ആചാരാനുഷ്ഠാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണയും പഴമയെ ഓർമ്മിപ്പിക്കുന്നതാണ്. പുരാതന കഥകളിലൊക്കെ കേട്ടറിഞ്ഞ ഖാദിയിൽ തീർത്ത ബ്രാഹ്മണ സമുദായത്തിലെ അയ്യങ്കാർ വസ്ത്രധാരണയാണ് ഇന്നും മേൽക്കോട്ടയിലുള്ളവർ പിന്തുടരുന്നത്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വിശാലമായൊരു വലിയൊരു കുളമുണ്ട് ഇവിടെ. കുളത്തിനു ചുറ്റും മനോഹരമായ കെട്ടിടങ്ങളും. രായഗോപുരം എന്നൊരു ഗോപുരമുണ്ട് ഇവിടെ. ഇതാണത്. ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഗോപുരം കട്ടിയുള്ള തൂണുകളും ആകർഷകമായ ശില്പങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. ഈ ഗോപുരത്തിൻ്റെ വാസ്തുശൈലി മധുരയിലെ ചില ഭാഗങ്ങളിലുള്ള കെട്ടിടത്തോട് വളരെയധികം സാമ്യം തോന്നി. പ്രധാനമായി 2 ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത്. ചേലുവ നാരായണ സ്വാമി ക്ഷേത്രവും യോഗ നരസിംഹസ്വാമി ക്ഷേത്രവും. എങ്ങനെയാണ് മേൽക്കോട്ടെ വൈഷ്ണവരുടെ ആരാധനാ കേന്ദ്രമായി മാറിയത്? ഈ കാലഘട്ടമത്രയും സ്വന്തം ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു കളങ്കവും തട്ടാതെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. എന്നാൽ ഈ 2 ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾക്കും നാം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഏകദേശം 11ാം നൂറ്റാണ്ടിൽ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ചോള രാജവംശമായിരുന്നു. ആ കാലഘട്ടത്തിൽ ശൈവരും വൈഷ്ണവരുമാണ് പ്രധാനമായും അവിടെ ജീവിച്ചിരുന്നത്. ചോള രാജവംശം കടുത്ത ശൈവഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശിവപ്രതിഷ്ഠയുള്ള ആരാധനാ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു. മാത്രമല്ല വൈഷ്ണവ ഭക്തരായ വൈഷ്ണവരെയും അവരുടെ ആചാര്യനായിരുന്ന രാമാനുജാചാര്യരെയും പിന്തുടരുന്നവരെ ചില ചോള രാജാക്കന്മാർ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. രാമാനുജാചാര്യർ ഒരു ശിവക്ഷേത്രത്തിൽ വിഷ്ണുദേവനെ ആരാധിക്കുവാൻ ശ്രമിച്ചതിനാൽ ശൈവരായ ചോളന്മാരുടെ വിരോധം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് പല സംഘർഷങ്ങൾക്കും കാരണമാവുകയും നാടുവിടാൻ വൈഷ്ണവരെ നിർബന്ധത്തിലാക്കുകയും ചെയ്തു. അദ്ദേഹം പല സ്ഥലങ്ങളിലും അഭയം തേടി. ഒടുവിൽ കർണാടകയിലെ മേൽക്കോട്ടെ എന്ന മലനിരകളുടെ ഇടയിലെത്തി. ഇവിടെ ഹൊയ്സാല രാജാവായ വിഷ്ണുവർദ്ധനന്റെ ഭരണത്തിൽ വൈഷ്ണവ സിദ്ധാന്തത്തിന് സംരക്ഷണം ലഭിച്ചു. രാജാവ് രാമാനുജാചാര്യരെ ആദരിക്കുകയും അവിടെയുള്ള ചേലുവ നാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ സംരക്ഷകനായി നിർത്തുകയും ചെയ്തു. ഇതിന്റെ ഫലമായി നിരവധി വൈഷ്ണവർ അവരുടെ ജീവൻ രക്ഷിക്കുവാൻ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേൽക്കോട്ടയിലേക്ക് കുടിയേറി. അവർ മേൽക്കോട്ടയെ തങ്ങളുടെ ആത്മീയ കേന്ദ്രമാക്കി മാറ്റി. ഇന്നും മേൽക്കോട്ടയിലെ ജനങ്ങളിൽ ഈ പാരമ്പര്യം പ്രതിഫലിക്കുന്നുണ്ട്. അവിടുത്തെ വൈഷ്ണവ ആചാരങ്ങളും വേഷങ്ങളും ഭക്ഷണശീലങ്ങളും തമിഴ്നാടിൻ്റെ സ്വാധീനത്തിൻ്റെ തെളിവുകളാണ്. ഈ കാണുന്ന വാസ്തുശൈലിയെല്ലാം തമിഴ്നാട്ടിലെ മധുരയിലും തഞ്ചാവൂരുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മേൽക്കോട്ടയിലെ ജനങ്ങളുടെ മാതൃഭാഷ കന്നഡയാണെങ്കിലും അവർ നന്നായി തമിഴ് സംസാരിക്കുന്നു. മേൽക്കോട്ടെ ഒരു വിഭാഗം ജനങ്ങളുടെ മാത്രം കുടിയേറ്റത്തിൻ്റെ കഥയല്ല. അവർ കുടിയേറ്റം ചെയ്തതിലൂടെ പുനർസൃഷ്ടിക്കപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ കൂടെ കഥയാണ്.
ഇത്രയും കാലം തൻ്റേതെന്ന് കരുതിയ നാട് ഒരു സുപ്രഭാതത്തിൽ സ്വന്തമല്ലാതായി തീരുകയും ആ നാട്ടിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് മറ്റൊരു ദേശത്ത് ജീവിതം പുനർസൃഷ്ടിക്കുകയും ചെയ്ത ഒരു കരുത്തുറ്റ ജനവിഭാഗത്തിൻ്റെ ചരിത്രത്തിൻ്റെ കഥയാണ് മേൽക്കോട്ടെ. ഈയൊരു നാട് കണ്ടപ്പോൾ ഇവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയൊരു സ്ഥലത്ത് ഇത്തരമൊരു ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക എന്ന് എന്നെ ചിന്തിപ്പിച്ചു. ഈ ചരിത്ര സംഭവങ്ങൾ ഒരു വിഭാഗത്തെയും ഉയർത്തിപ്പിടിക്കാനല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ വഴിത്തിരിവുകൾ എങ്ങനെ ജീവിതത്തെയും സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നു എന്നതിനെ മനസ്സിലാക്കാനാണ്. മേൽക്കോട്ടയുടെ കഥ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും മാത്രമല്ല, അതോടൊപ്പം തന്നെ സംഘർഷത്തിൻ്റെയും ചേർച്ചയുടെയും ഒരു ചരിത്രം കൂടിയാണ്.